നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? ഏതാളും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേണുസുതി അല്ല രേഷ്മ പി തങ്കച്ചൻ ചേച്ചി റിയാക്ഷൻ ചാനൽസിന് എല്ലാവർക്കും എതിരെയായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രൂക്ഷ വിമർശനങ്ങളാണ് രേണു ചേച്ചി നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അങ്ങേ അറ്റം, അതായത് ചേച്ചി പൊറുതി മുട്ടി റിയാക്ഷൻ ചാനൽസിനെ കൊണ്ട് എന്തിനാ പാവത്തിനെ ഇങ്ങനെ ഇട്ട് കുറ്റം പറയുന്നത്? എന്തായാലും വിവിധ തരത്തിലുള്ള വിമർശനങ്ങളാണ് രേഷ്മ ചേച്ചിക്കെതിരെ ഇതിനോടകം തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് രേഷ്മ ചേച്ചിക്ക് നല്ല കോളാണ്. കാരണം ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ പുതിയ സാധനങ്ങൾ രേഷ്മ ചേച്ചിയുടെ ഫ്രണ്ടിൽ വന്ന്, അതായത് പുതിയ അലിഗേഷൻസ് രേഷ്മ ചേച്ചിയുടെ തലയിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ക്ലാരിറ്റി കൊടുക്കാത്ത രേഷ്മ ചേച്ചി കുറെ നാൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം സംഭവങ്ങളിലൊക്കെ ഒന്ന് അണഞ്ഞു നിൽക്കുമായിരുന്നു. അതൊന്ന് ആളിക്കത്തിക്കാനാണ് എന്ന് തോന്നുന്നു. രേഷ്മ ചേച്ചി ആണെങ്കിൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. പഴയ പോലെ തന്നെ ഇടയ്ക്ക് വെച്ച് രേഷ്മ ചേച്ചി, അതായത് തുടക്കത്തിലൊക്കെ രേഷ്മ ചേച്ചിക്ക് എതിരെയായിട്ട് ഏതെങ്കിലുമൊക്കെ റിയാക്ഷൻ ചാനൽസ് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന രേഷ്മ ചേച്ചി 2-3 മാസം കൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ചെവി അടച്ചു പോകുന്ന രീതിയിലാണ് രേഷ്മ ചേച്ചി മുമ്പിലോട്ട് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് രേഷ്മ ചേച്ചി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ എല്ലാം നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ രേഷ്മ ചേച്ചി കുറെ കൊടുത്തിട്ടുള്ള ബൈറ്റ്സും, അതായത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഇപ്പോഴാണെങ്കിൽ മലയാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിലെ വൻ താരങ്ങൾ എല്ലാവരും കൂടെ അണിനിരുന്ന ക്രിക്കറ്റും കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം ഇതൊന്നുമല്ല രേഷ്മ ചേച്ചി കൊടുത്തിട്ടുള്ള ഓരോരോ ബൈറ്റ്സ്. ലോക്കൽ മീഡിയാസിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം സ്വഭാവം തന്നെ രേഷ്മ ചേച്ചിക്ക്. എന്തായാലും അതിനകത്തോട്ടൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് പൊട്ടിത്തെറിച്ചുകൊണ്ട് യൂട്യൂബേഴ്സിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വന്നിട്ടുള്ള രേഷ്മ ചേച്ചിയുടെ ആ ഒരു വീഡിയോ ഞാൻ സൈഡിലൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാളും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല സബില്? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. കഷ്ടം, പാവം ചേച്ചി. കാരണം സാധാരണയുള്ള നിമിഷങ്ങളിലൊക്കെ രേഷ്മ ചേച്ചി ഇതേപോലുള്ള അലിഗേഷൻസ് രേഷ്മ ചേച്ചിക്ക് എതിരെയായിട്ട് വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതായിരുന്നു നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യം. നമ്മൾ കിച്ചുചേട്ടൻ്റെ ഒരു വീഡിയോ വന്നപ്പോൾ പോലും ഈ കരഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് രേഷ്മ ചേച്ചി സാധാരണ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും വന്ന് കരഞ്ഞു മെഴുകി വരേണ്ടതാണ് പതിവ്. പക്ഷേ ഇവിടെ രേഷ്മ ചേച്ചി ഭയങ്കര ബോൾഡായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇനിയും വ്ളോഗ് ചെയ്യുവടാ പരന്നാ എന്നും പറഞ്ഞ് ചേച്ചി തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ പറയുന്ന അലിഗേഷൻസ്, സംഭവങ്ങൾ, റിയാക്ഷൻ വീഡിയോസ് ഒന്നും രേഷ്മ ചേച്ചിക്ക് രോമത്തിൽ പോലും കൊള്ളുന്നില്ല എന്നാണ് രേഷ്മ ചേച്ചി ഈ ഒരു ഒറ്റ വീഡിയോ കൂടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റുക. ഈ പറയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞു എന്ന് പറയുന്ന രേഷ്മ ചേച്ചി, അതുകൊണ്ട് തന്നെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാന്ന് പറയുന്ന രേഷ്മ ചേച്ചി, എന്തെങ്കിലും കുറ്റം ചെയ്ത് അതിനെ ആരെങ്കിലും വന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മോശം പറഞ്ഞ് അതിനെ വെള്ളപൂശി കാണിക്കുന്ന രേഷ്മ ചേച്ചി, ഇതെല്ലാം കാണിക്കുന്നത് തെറ്റ് തന്നെ. എൻ്റെ പൊന്ന് രേഷ്മ ചേച്ചി, നിങ്ങൾക്കെതിരെയായിട്ട് ആരെങ്കിലും രൂക്ഷ അലിഗേഷൻസ് വെച്ച് അതിനൊന്നും ക്ലാരിറ്റി ചേച്ചി ഇതുവരെ കൊടുത്തിട്ടില്ല. അതേകൂടി തന്നെ ചേച്ചി ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതായത് ആ റിയാക്ഷൻ ചാനൽ പറയുന്നതാണ് തെറ്റ്. രേഷ്മ ചേച്ചി കാണിക്കുന്നതൊന്നും തെറ്റല്ല. എന്തായാലും ഇത് നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ കാട് കയറി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി രേഷ്മ ചേച്ചി മീഡിയക്കാർക്ക്, ലോക്കൽ മീഡിയാസിന് കൊടുത്തിട്ടുള്ള കുറെ ബൈറ്റ്സ് സംഭവങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. എന്തായാലും അതിലൊരു 1-2 വീഡിയോസും കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതിനകത്തൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ വിമർശിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കിട്ടുകൊടുത്തേക്കോ രേഷ്മ ചേച്ചി. എന്തായാലും ആദ്യം തന്നെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം, നിങ്ങളത് കേട്ട് നോക്ക്. അവസരം ചോദിക്കോ? ഒരിക്കലും ഞാൻ ആരോടും അവസരം ചോദിക്കത്തില്ല. ഇങ്ങോട്ട് വന്നാൽ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോകത്തില്ല.
എന്തായാലും കൊള്ളാം കേട്ടോ. പൊങ്ങച്ചോടിക്ക് മാത്രം ഒരു കുറവുമില്ല. അഹങ്കാരം അങ്ങ് പീക്ക് ലെവലിൽ കയറി നിൽക്കും. അതെങ്കിലും ചേച്ചിയുടെ ബുദ്ധി പഞ്ചായത്ത് ഗേറ്റ് പോലും കടന്നു പോയിട്ടില്ല. ഇത്രയും മാസ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് അടിക്കാനറിയാം എങ്കിൽ പോലും രേഷ്മ ചേച്ചി പൈസ ഉണ്ടാക്കാൻ വേണ്ടി തരം താഴ്ന്ന് എന്ത് വേണമെങ്കിലും സംസാരിക്കും മീഡിയാസിന്റെ ഫ്രണ്ടിൽ വന്ന്. ഇനി നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, ലോക്കൽ മീഡിയാസ് ചോദിക്കുകയാണ് ലാലേട്ടൻ വന്ന് ലാലേട്ടൻ്റെ അടുത്ത് പോയി അവസരം ചോദിക്കുമെന്ന്. രേഷ്മ ചേച്ചി ലാലേട്ടനെ പോലെയുള്ള ഒരു വലിയ ആക്ടറിന്റെ അടുത്ത് പോയി നിന്ന് അവസരം ചോദിക്കുമോ എന്നാണ് മീഡിയക്കാരൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആരുടെ പോയി അവസരം ചോദിക്കത്തില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്ന് ഞാൻ പറയും. എൻ്റെ പൊന്ന് ചേച്ചി, ഒരാളും ഇങ്ങനെ അവസരം ചോദിക്കാതെ വീട്ടിൽ കുത്തിയിരുന്ന ആൾക്കാർ പോയി അങ്ങോട്ട് ചോദിച്ച് അഭിനയിക്കാൻ വിളിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് രേഷ്മ ചേച്ചിയെ പോലെ വിവരക്കേട് മാത്രം വിളമ്പി റീച്ച് വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന ചേച്ചിയെടുത്ത്. പിന്നെ ഇവിടെ വന്നിരുന്ന എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി ഇത്രയും വന്നിരുന്ന് പൊങ്ങച്ചോ അടിക്കുന്നത്? അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മൾ എടുത്താൽ മാത്രമേ അടിച്ചിട്ട് അതിൻ്റെ പ്രൈസ് കിട്ടത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഇത് ചേച്ചി എടുത്ത് അവരാണെങ്കിൽ പ്രൈസ് അങ്ങോട്ട് തരാം, ഫസ്റ്റ് പ്രൈസ് ചേച്ചിക്ക് തരാം, ചേച്ചി ടിക്കറ്റ് എടുക്കുന്ന പറഞ്ഞ് ചേച്ചി കൊണ്ട് എടുപ്പിക്കുകയോ ഒരിക്കലും ഇല്ല. ഇതൊക്കെ ഒന്ന് ഓർത്ത് നിന്നാൽ നല്ലതാണ് കേട്ടോ. ലാലേട്ടനെ പോലെ ഒരു മഹാ നടൻ്റെ അടുത്ത് ചേച്ചി ചേച്ചി അടുത്ത് ഇങ്ങോട്ട് വരണമെന്ന് അഭിനയിക്കാൻ വിളിക്കണമെന്ന് ആര് വിളിക്കുന്നത്? ഏതെങ്കിലും വലിയ സിനിമയ്ക്കകത്ത് ചേച്ചി വന്നിട്ടുണ്ടോ? പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതോ ഞാനാ മഹാനടി, ഞാനാ എല്ലാ സിനിമയിലെ ആക്ട്രസ്, എന്നെ പോലെ ഒരു നടി ഇനി ഉണ്ടാവണം എന്നൊക്കെയാണ് രേഷ്മ ചേച്ചി പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ പറ. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു വിഷയമാണ്, നിങ്ങൾക്ക് സൈഡിൽ ഒരു ഇത് കാണാൻ പറ്റി. അതായത് രേഷ്മ ചേച്ചി ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളതായിരുന്നു. ഈ ഒരു വീഡിയോ ഇടുന്നതിന് തൊട്ടൊരു 3 മിനിറ്റ് മുമ്പാണ് രേഷ്മ ചേച്ചി ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുള്ളത്. സ്റ്റോറിയിൽ പറയുന്നത് ഈ ലൈവ്, അതായത് രേഷ്മ ചേച്ചി ഇന്നലെ ചെയ്തിട്ടുള്ള ലൈവ് ലീക്ക് ആക്കിയതിലൂടെ നിനക്കൊക്കെ എന്ത് കിട്ടി? 222 എടാ 222. അപ്പോൾ രേഷ്മ ചേച്ചി അതിൽ കൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിനക്കൊക്കെ അതിൽ കൂടെ എന്ത് കിട്ടി? എന്നെ നാട്ടിച്ചിട്ടും നാളെ ആൾക്കാരുടെ മുമ്പിൽ കൂടെ എന്നെ വലിച്ചു കീറിയിട്ടും നിനക്കൊക്കെ അതിൽ നിന്ന് എന്ത് മനസുഖം കിട്ടി എന്നാണ് ചോദിക്കുന്നത്. ഇതേ സ്ഥാനം വെച്ച് നമ്മൾ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ രേഷ്മ ചേച്ചിക്ക് എന്ത് കിട്ടി? റീച്ച് കിട്ടി. ഇതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവരല്ല. റിയാക്ഷൻ ചാനൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, അതായത് രേഷ്മ ചേച്ചി ചെയ്യുന്ന കുറ്റമായിട്ടുള്ള ഒരു കാര്യത്തിനെ വിമർശിച്ച് കഴിഞ്ഞാൽ രേഷ്മ ചേച്ചി വന്ന് കിടന്നങ്ങ് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നത്. അതായത് രേഷ്മ ചേച്ചിക്ക് ഇതേക്കുള്ള എല്ലാ വിവരക്കേട് കാണിക്കുകയും വേണം. റിയാക്ഷൻ ചാനൽ ആ വിവരക്കേടിനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്താൽ മാത്രം രേഷ്മ ചേച്ചിക്ക് കുറ്റം. ഇത് എവിടുത്തെ ന്യായം? ഇത് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ആകുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വിവരക്കേട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിയാക്ഷൻ ചാനൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ നേരിടാനുള്ള ഇതും പിന്നെ കമൻറ്റ് ഇതോട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് നേരിടാനുള്ള ഇതും കൂടി ഇല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കാര്യമില്ല. ഇത് സോഷ്യൽ മീഡിയ നിൽക്കുകയും വേണം, റീച്ചും വേണം, ലൈക്കും വേണം, നെഗറ്റീവ് കമൻറ്റ്സ് വരാനും പാടില്ല. അതല്ലെങ്കിൽ അത്ര നല്ലൊരു കണ്ടന്റ് ആയിരിക്കണം. നല്ല കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. അതുമല്ല, ഇവിടെ നല്ല കണ്ടന്റ് കൊടുക്കുന്നവർക്ക് തെരുവിൽ വരുമ്പോഴാണ് രേഷ്മ ചേച്ചി ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കുമ്പോൾ രേഷ്മ ചേച്ചിക്ക് തെരുവിളി വരാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനൊക്കെ ഈ ഉരുണ്ട് കളിക്കുന്ന രേഷ്മ ചേച്ചിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ സെലിബ്രിറ്റി ആണെങ്കിൽ ഒരിടത്ത് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ RJ ബിൻസിയോടൊപ്പം. എന്തായാലും ആ ഒരു വീഡിയോ ഉണ്ട്. വീഡിയോക്കാളും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു ടൈറ്റിൽ ആ വീഡിയോയുടെ. ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇലക്ഷൻ കഴിഞ്ഞു പരസ്പരം ഒരടിയാണ്. 4 ആൾക്കാരുടെ ഇടയിലൂടെ സ്വന്തം കാലുകൊണ്ട് നടന്നു കയറുന്ന രേഷ്മ ചേച്ചിയും RJ ബിൻസിയും. എന്തായാലും RJ ബിൻസിയുടെ ചളിയൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും അങ്ങോട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ രേഷ്മ ചേച്ചിയെ കുറിച്ചുള്ള ടൈറ്റില്, അതായത് സ്വർണ്ണ വസ്ത്രവും കൊണ്ട് നടന്നു പോകുന്ന രേഷ്മ ചേച്ചി എന്നാണ് ഉദ്ദേശിച്ച് അവർ ആ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സ്വർണം കട്ടത് ആരപ്പ, രേഷ്മയോ അതോ ചേച്ചിയോ? സ്വർണം കടത്തിയതാരപ്പ, രേഷ്മയോ അതോ ചേച്ചിയോ? ഇതിനുള്ള ക്ലാരിറ്റി ഇതുവരെ രേഷ്മ ചേച്ചി തന്നിട്ടില്ല. എങ്കിൽ പോലും ഈ മീഡിയക്കാർ അതിൽ കൂടി ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി തലയിലുണ്ടായാൽ മതി. അതായത് ഇവന്മാർ ഉദ്ദേശിച്ച ഒരു കാര്യം സ്വർണ്ണമാണല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ക്യാപ്ഷന് ഒരു സ്വർണ്ണത്തിന്റെ ഒരു പേര് കൊടുത്താൽ തന്നെ രേഷ്മ ചേച്ചിയുടെ ഇത് വെച്ച് റീച്ച് കിട്ടും. അത് തന്നെ ആയിരിക്കും ഇവന്മാർ ഉദ്ദേശിച്ചതും. പ്രത്യേകിച്ച് രേഷ്മ ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 മീഡിയക്കാരെയും കൊണ്ടാണ് നടക്കുന്നത്. അവന്മാർക്ക് എന്ത് ചോദ്യം പറഞ്ഞു കൊടുക്കുന്നു അതേ ചോദ്യം തന്നെ ഇവന്മാർ തിരിച്ചു ചോദിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പറഞ്ഞ ഒരു സംഭവത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതായത് നേരത്തെ ഒരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മാസമായി ഈ ഒരു സംഭവം ഇറങ്ങിയിട്ട്. അതെല്ലാം കഴിഞ്ഞ് ആരും ചർച്ചയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പിന്നെയും കുത്തിപ്പൊക്കി കൊണ്ടുവന്നേക്കും. ഇതിൽ കൂടെ എന്ത് മനസ്സിലാക്കാം? മീഡിയക്കാരെയും കൊണ്ട് ചേച്ചി അങ്ങോട്ട് പറഞ്ഞു ചോദിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഓരോന്ന്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം, നോക്കിക്കോ. വലിയതല്ല, വളരെ വലിയ ഒരു ആരോപണമാണ്. അതിപ്പം എന്തുവാകട്ടെ, സത്യമാണേലും കള്ളമാണേലും അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. മനസ്സിലായോ? ഒന്നും അറിയാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ട് ആവശ്യമില്ലാതെ വൃത്തികേടല്ല വിളിച്ച് പറയേണ്ടതും ഫോൺ വിളിച്ച് പറയേണ്ടത്. എന്തുവാകട്ടെ, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും. ഞാൻ ഇന്ന് പുള്ളിക്കാരെ കണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, എന്നോട് മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ആവശ്യമില്ല.
എടാ നോക്കടേ, ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കൊന്നും തോന്നത്തില്ല. അതായത് സാധാരണ രേഷ്മ ചേച്ചി എപ്പോഴും കൊടുക്കുന്ന വിവരം കേട്ട ബൈറ്റ്സിന്റെ കൂട്ട് തന്നെ ഇതും അതേ കൂട്ട് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. പക്ഷെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞ് ആരും ഈ ഒരു സംഭവം ചർച്ച പോലും ചെയ്തിട്ടില്ല. ഈ മീഡിയക്കാരൻ വീണ്ടും അതെടുത്ത് കുത്തിപ്പൊക്കാൻ നോക്കുകയാണ്. മീഡിയക്കാരൻ എന്ന് അതിൽ ഉപരിയായിട്ട് നമ്മൾ പറയേണ്ട കാര്യം രേഷ്മ ചേച്ചിയാണ് വീണ്ടും കുത്തിപ്പൊക്കാൻ നോക്കുന്നത്. അതായത് മീഡിയക്കാരൻ രേഷ്മ ചേച്ചിയുടെ പുറയിലാണ് നടക്കുന്നത്. രേഷ്മ ചേച്ചി ആ വീഡിയോ ഇടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഇടത്തില്ല. പക്ഷേ രേഷ്മ ചേച്ചി അങ്ങോട്ട് അവരടുത്ത് പറഞ്ഞു കൊടുത്ത് ഇത് ചോദിപ്പിച്ച് അവർ ഉത്തരം പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ കാണികൾക്ക് തോന്നുന്നത്. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കുറച്ച് റീച്ച് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ആ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയും ആ ഋതപ്പൻ്റെ വീഡിയോയും എല്ലാം എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ തലങ്ങും വിലങ്ങും വിട്ട് അതിൽ നിന്നും വരുന്ന വിവാദങ്ങളെല്ലാം വെച്ച് റീച്ച് ആക്കിയതിന് ശേഷം രേഷ്മ ചേച്ചി ഇപ്പം കഴിഞ്ഞ വിഷയങ്ങളും കൂടെ വീണ്ടും കുത്തിപ്പൊക്കി വരാൻ നോക്കുകയാണ്. അതായത് കഴിഞ്ഞ് രേഷ്മ ചേച്ചിയുടെ റീച്ചൊക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞ് കൊണ്ടുവരാൻ വിഷയങ്ങളില്ല. അതുകൊണ്ട് തന്നെ പഴയ വിഷയങ്ങൾ കുത്തിപ്പൊക്കി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ കോൺട്രവേഴ്സികൾ സംഭവങ്ങൾ കൊടുക്കാതെ തന്നെ തന്നെത്താൻ ഉണ്ടായിക്കോളും. അതുവഴി രേഷ്മ ചേച്ചിക്ക് അത്യാവശ്യം റീച്ചും കിട്ടും, കാശും കിട്ടും, ഫോളോവേഴ്സിനെയും കിട്ടും, എല്ലാം കിട്ടും. ഇത് തന്നെ ഉദ്ദേശിച്ചാണ് രേഷ്മ ചേച്ചി ഇതെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ് എന്തുവാ കാണിക്കുന്നത്? ചേച്ചി വിചാരിക്കുന്നത് ഇതെല്ലാം നല്ല കാര്യങ്ങൾ എല്ലാം റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചുമ്മാതെ. എന്തായാലും ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം. ഇത് 3 മിനിറ്റ് ആയതേ ഉള്ളൂ. അതായത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു സ്റ്റോറി കാണിച്ചായിരുന്നല്ലോ, അതിന്റെ കൂടെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിന്റെ സംഭവം എന്താണെന്ന് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കാണിച്ചു തരാം. ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി ഏതൊക്കെ റിയാക്ഷൻ ചാനൽസ് എല്ലാവരും കൂടെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്തു. അതാണ് രേഷ്മ ചേച്ചിക്ക് ഇപ്പോൾ കുറ്റമായിട്ടിരിക്കുന്നത്. അതായത് രേഷ്മ ചേച്ചി അതിനകത്ത് കാണിച്ചതൊന്നും കുറ്റമല്ല, ഇവർ റിയാക്ട് ചെയ്തത് പ്രശ്നമാണ് എന്നാണ് രേഷ്മ ചേച്ചി പറയുന്നത്. ഇതിൽ കൂടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, കുറച്ച് നാളുകൾക്ക് മുമ്പ് രേഷ്മ ചേച്ചി ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ആരാണ്ടൊക്കെ എടുത്തു വെച്ച് ഇതോട്ട് റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞ് രേഷ്മ ചേച്ചി പറഞ്ഞിട്ടുള്ള ഞാനെന്തെങ്കിൽ പോവുകയാണ്, കേസ് കൊടുക്കാൻ പോവുകയാണ്, ഇനി നീ ഒന്നും എൻ്റെ ഒന്നും വീഡിയോ വേണ്ട, ഞാൻ ഇതിൻ്റെ പുറകെ നിയമത്തിൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ ദോഷങ്ങൾ വരുമെന്ന് നീയൊക്കെ അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിലായിരുന്നു രേഷ്മ ചേച്ചി വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ രേഷ്മ ചേച്ചി വന്നിട്ട് പറയാം, ഞാൻ ഇനിയും ഇവിടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ നീയൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്തോളൂ, അതായത് എനിക്ക് റീച്ച് ആയിട്ടില്ല ഇത് വരുന്നതെന്ന്. അതായത് അവർ ഓടിച്ച് വിട്ടേ എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. കണ്ടം വഴി ഓടിച്ചു, ആ ഓടിയ സ്ഥലത്തൂടെ പുല്ല് പോലും മുളച്ചിട്ടില്ല എന്നാണ് പലവരും പറയുന്നത്. എന്തായാലും അതിനെ തുടർന്നിട്ട് അതേ കൂട്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത്. ചേച്ചി ലൈവ് ഇട്ടത് ആരാണ്ട് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് രേഷ്മ ചേച്ചി വന്നിട്ടുള്ളത്. എന്തായാലും രേഷ്മ ചേച്ചി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേൾക്കാം. നോക്കി, നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? ഇടും മോനെ, അത്രേ ഉള്ളൂ. രേഷ്മ ചേച്ചിയെ പറ്റി അറിഞ്ഞൂടെ? രേഷ്മ ചേച്ചി വെല്ലുവിളിച്ചത് അതിനകത്ത് ഭീഷണി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തെ ആ വരെയൊക്കെ ചീത്ത വിളിക്കുന്നത്, ഈ റിയാക്ഷൻ ഇട്ടിട്ടുള്ളവരെയൊക്കെ. എന്തായാലും രേഷ്മ ചേച്ചി എന്തായാലും പഴയത് കൂട്ടി തന്നെ പ്രൈം കാലത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് എന്നാണ് തോന്നുന്നത്. അതായത് പണ്ടൊക്കെ രേഷ്മ ചേച്ചി ഇതേവിട്ട് തന്നെ റിയാക്ഷൻ ചാനൽസിന് അന്നേരമുള്ള മറുപടിയൊക്കെ കൊടുത്ത് അവരുടെ വായിരിക്കുന്ന എല്ലാം കേൾക്കുമായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കുറച്ച് നാൾ ഇല്ലായിരുന്നു, ഇപ്പൊ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതുകൊണ്ടൊരു 1 മാസമെങ്കിലും രേഷ്മ ചേച്ചി കണ്ടന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചോ? അല്ല, അങ്ങനെയൊന്നും വിളിക്കേണ്ട, കണ്ടന്റ് ഉണ്ടാക്കുമല്ലേ, നിങ്ങൾക്ക് അറിയാലോ. ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദയവേത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തൊക്കെ. വീഡിയോ എന്നത്തെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിനെ അവിടെ വെച്ചൊക്കെ വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ചൊരു റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാൻ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.